കൂട്ടുകാരെ, ആദർശിൻ്റെയും നയനയുടെയും വരാനിരിക്കുന്ന മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ആദർശ് സത്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കുകയാണ്. കിരൺ DNA ടെസ്റ്റിൻ്റെ റിസൾട്ട് ആദർശിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ആദർശ് ആ DNA ടെസ്റ്റിൻ്റെ റിസൾട്ടുമായിട്ട് നേരെ അനന്തപുരിയിലോട്ട് വരികയാണ്. എന്നിട്ട് മുത്തശ്ശനോടും നയനയോടും ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അഭിയാണ് ചന്തുമോളുടെ അച്ഛനെന്നുള്ള സത്യം ആദർശും മുത്തശ്ശനും നയനയും മനസ്സിലാക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് സംഭവിച്ച വലിയൊരു ചതി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുത്തശ്ശൻ ആദർശിൻ്റെ അടുത്ത് പറയുകയാണ്, ഇപ്പോൾ ഈ സത്യം ഇവിടെ ആരും അറിയണ്ട എന്ന്. എന്നാൽ അത് ആദർശ് സമ്മതിക്കുന്നില്ല. പക്ഷേ എങ്കിലും മുത്തശ്ശൻ്റെ വാക്ക് ധിക്കരിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ആദർശ് അത് സമ്മതിക്കുകയാണ്. അതുപോലെ തന്നെ നയനയും പറയുന്നുണ്ട്, ഇപ്പോൾ ആരും ഇത് അറിയണ്ടെന്ന്. വേണമെങ്കിൽ കനകയോടും ഗോവിന്ദനോടും മാത്രം ഈ സത്യങ്ങളെല്ലാം പറയാമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും അവർ ഈ വാർത്തകളൊക്കെ കേട്ട് വിഷമിച്ച് ഉടനെ തന്നെ തിരിച്ചു പോവുകയാണ് കേട്ടോ. അങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇപ്പോൾ ഈ സംഭവം പോയി താഴെ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ചന്തുമോളെ ഇല്ലാതാക്കി കളയും. അതിനൊരു സാധ്യതയുണ്ട്. കാരണം അവൻ അത്രത്തോളം ഒരു ക്രൂരനാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ജലജ ഞാൻ കൂട്ടിക്കൊണ്ട് വന്ന മകളാണെങ്കിൽ പോലും എല്ലാവരും കരുതിയിരിക്കുന്നത് ജലജ എൻ്റെ സ്വന്തം മകൾ തന്നെയാണെന്നാണ്. എല്ലാവരും കരുതുന്നത് അഭി എൻ്റെ സ്വന്തം കൊച്ചുമോനാണെന്നാണ്. അതുകൊണ്ട് അവൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു പിഴവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കുടുംബത്തെ തന്നെ ബാധിക്കും. അത് വലിയൊരു നാണക്കേടായി മാറും എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട്. അവൻ എൻ്റെ കൊച്ചുമകനാണെന്നല്ലേ എല്ലാവരും പറയുള്ളൂ. അതുകൊണ്ട് ഈ സംഭവം ഇപ്പോൾ എന്തായാലും പുറം ലോകം അറിയാൻ പാടില്ല. അവനാണ് തെറ്റുകാരനെന്ന് നമ്മൾ മനസ്സിലാക്കിയെന്ന് അവൻ അറിഞ്ഞാൽ ആ നിമിഷം തന്നെ അവൻ ആ കുട്ടിയും കൂടെ ഇല്ലാതാക്കാൻ എന്തെങ്കിലും ചെയ്യും. ആ അനഘയുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്കും കാരണം ഇവൻ തന്നെയാണോന്ന് എനിക്കിപ്പോൾ സംശയമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഒരിക്കലും ആരും ഒന്നും അറിയില്ലെന്നാണ് അവൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ടെക്നോളജിയൊക്കെ ഇപ്പോൾ ഇത്ര വളർന്നത് പോലും ആ പൊട്ടൻ മനസ്സിലാക്കിയില്ല എന്നൊക്കെ ഇങ്ങനെ മുത്തച്ഛൻ പറയുന്നുണ്ട്. പക്ഷേ എനിക്കിതൊട്ടും അംഗീകരിക്കാൻ സാധിച്ചിട്ടില്ല. കാരണം ഗോവിന്ദനോടും കനകനോടും എങ്കിലും ഈ സത്യങ്ങളൊക്കെ പറയായിരുന്നു. അവർ കരഞ്ഞുകൊണ്ട് ആദർശിനെ വെറുത്തുകൊണ്ട് തന്നെയാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. മുത്തച്ഛൻ്റെയും നയനയുടെയും ഉപദേശമൊക്കെ കേട്ടിട്ടാണ് കേട്ടോ ആദർശ് അതൊന്നും പറയാതിരുന്നത്. കനകയോടും ഗോവിന്ദനോടും മാത്രം ഈ കാര്യങ്ങളൊക്കെ രഹസ്യമായിട്ടെങ്കിലും ഒരു മുറിയിൽ വിളിച്ചു വരുത്തിയിട്ട് പറയാമായിരുന്നു. നവ്യേച്ചി അറിയാതെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ സൂക്ഷിക്കണമെന്നും പറയായിരുന്നു. ആദർശല്ല തെറ്റ് ചെയ്തത്, അഭിയാണ് ചന്തുമോളുടെ അച്ഛൻ എന്നുള്ള കാര്യങ്ങൾ പറയായിരുന്നു. എന്തായാലും അത് മറച്ചു വെച്ചത് ഭാര്യയും സ്വന്തം മുത്തശ്ശനും കൂടിയാണ്. നയനയും മുത്തശ്ശനും ഒരിക്കലും എടുക്കാൻ പാടില്ലാത്ത ഒരു തീരുമാനമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അത് മൊത്തത്തിലെ ഈ കുടുംബത്തിൻ്റെ താളം തെറ്റാതിരിക്കാനായിട്ടാണ് മുത്തശ്ശൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. നവ്യ ആകട്ടെ ആദർശനെ എത്രത്തോളം കുറ്റപ്പെടുത്താമോ അത്രത്തോളം കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ട്, വെറുക്കുന്നുമുണ്ട്. എന്നാലും അവളുടെ മനസ്സിൽ നേരിയൊരു സംശയം അഭിയോടും തോന്നുന്നുണ്ട്. അഭിയാണെങ്കിൽ എല്ലാവരുടെ മുമ്പിൽ നല്ല പുള്ളി ചമഞ്ഞ് നല്ല വെയിറ്റൊക്കെ ഇട്ട് നിൽക്കുകയാണ്. നയനയ്ക്ക് വേണമെങ്കിൽ നവ്യയുടെ അഹങ്കാരം കുറച്ച് തീർക്കാനായിട്ട് നവ്യോടെങ്കിലും ഈ കാര്യങ്ങളൊക്കെ പറയായിരുന്നു. പക്ഷേ നവ്യ എങ്ങനെ റിയാക്ട് ചെയ്യുന്നുള്ള കാര്യം പറയാൻ പറ്റില്ലല്ലോ. എടുത്തു ചാടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നവ്യേച്ചി കുഞ്ഞിനെയും കൊണ്ട് ഇവിടുന്ന് പോകുമെന്നൊക്കെ പേടിച്ചിട്ടാണ് നയന നവ്യോട് പോലും ഒന്നും പറയാതിരിക്കുന്നത്. അങ്ങനെ ഗോവിന്ദനും കനകയും കൂടെ അവിടുന്ന് കരഞ്ഞുകൊണ്ട് ഭക്ഷണമൊന്നും കഴിക്കാതെ തന്നെ പോവുകയാണ്. ശേഷം മുത്തശ്ശി ഇങ്ങനെ കനകയും ഗോവിന്ദനും വല്ലാതെ വിഷമിച്ചാണ് പോയത് എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ട് മുത്തശ്ശൻ്റെ റൂമിലോട്ട് വരുമ്പോഴേക്കും മുത്തശ്ശൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നുണ്ട് മുത്തശ്ശിയോട്. ആദർശല്ല അഭിയാണ് ചന്തുമോളുടെ അച്ഛൻ എന്നുള്ള കാര്യം മുത്തശ്ശി അറിയുമ്പോഴേക്കും മുത്തശ്ശിക്ക് അത് ഭയങ്കര ഷോക്കാവുന്നുണ്ട്. ഇതിൻ്റെ പിന്നിലെല്ലാം അഭിയുടെ കളിയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും ആദർശും നയനയും ഈ സത്യങ്ങളെല്ലാം അറിയുന്നുണ്ട്. എല്ലാവരും ആദർശിനെ കുറേ കുത്തുവാക്കുകളൊക്കെ പറഞ്ഞ് വേദനിപ്പിക്കുന്നുണ്ട്. എല്ലാവരോടും വിളിച്ചു കൂവി പറയണം താനല്ല ചന്തുമോളുടെ അച്ഛൻ, മറിച്ച് അഭിയാണ് ആ കുഞ്ഞിൻ്റെ അച്ഛൻ എന്നൊക്കെ ഇങ്ങനെ പറയണമെന്നൊക്കെ ആദർശിന് ഉണ്ട് കേട്ടോ. പക്ഷേ മുത്തശ്ശൻ്റെ വാക്ക് ധിക്കരിക്കാൻ കഴിയാത്തത് കൊണ്ട് മാത്രം അവനൊന്നും പറയാതെ നിൽക്കുകയാണ്. അങ്ങനെ ആകെപ്പാടെ വിഷമിച്ച് ടെൻഷൻ അടിച്ചിട്ട് വല്ലാത്തൊരവസ്ഥയിൽ നീറിപ്പോകുന്ന നടക്കുകയാണ് ആദർശും. നയനാണെങ്കിൽ താൻ നന്മമരമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെ ആദർശനെ തോളിലേറ്റിക്കൊണ്ട് തന്നെ അവൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും എല്ലാവരുടെ മുമ്പിൽ തെറ്റ് ചെയ്തവനെ പോലെ അഭിനയിച്ചിട്ടും സ്വന്തം ചേച്ചിയുടെ ജീവിതം സംരക്ഷിക്കാനാണ് നോക്കുന്നത്. എന്തായാലും നയന കാണിച്ചത് വളരെ മോശമായിപ്പോയി. സ്വന്തം ഭർത്താവിൻ്റെ നിരപരാധിത്വം എല്ലാവരുടെ മുമ്പിൽ തെളിയിക്കേണ്ടതിന് പകരം സ്വന്തം ചേച്ചിയുടെ ജീവിതം സുഖമായിട്ട് പോകണം എന്ന് കരുതിയിട്ട് സ്വന്തം ഭർത്താവിനെ തന്നെ എല്ലാവരുടെ മുമ്പിൽ കുറ്റക്കാരനാക്കുകയാണ്. സ്വന്തം ഭർത്താവിൻ്റെ മേൽ ഇങ്ങനെ ഒരു ആരോപണം വന്ന സ്ഥിതിക്ക് ആ നിരപരാധിത്വം എല്ലാവരുടെ മുമ്പിൽ വെച്ച് തെളിയിക്കുകയായിരുന്നു ഏതൊരു ഭാര്യയും ചെയ്യേണ്ടിരുന്നത്. പക്ഷേ ഇവിടെ നേരെ മറിച്ചാണ് സംഭവിച്ചത്. തന്നെയല്ല അഭിക്ക് ഇങ്ങനത്തെയൊക്കെ സ്വഭാവം ഉണ്ടെന്നുള്ളത് നവ്യയ്ക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് അഭിയെക്കുറിച്ച് ഇങ്ങനൊരു കാര്യം കേട്ടാലും അതാർക്കും വലിയ അത്ഭുതമായിട്ട് തോന്നിയിട്ടില്ലായിരുന്നു. എന്തായാലും കാര്യങ്ങളൊക്കെ ഈ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. അതിനുശേഷം അനന്തപുരിയിൽ നടക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. ഇതേ രീതിയിൽ തന്നെ കുറച്ച് ദിവസം മുന്നോട്ട് പോവുകയാണ് കേട്ടോ. നവ്യ അഭിയോട് ചോദിക്കുന്നുണ്ട്, അല്ല അഭി, നിൻ്റെ പേരിലേക്ക് ഒരു ബ്രാഞ്ച് എഴുതരാമെന്ന് മുത്തശ്ശൻ പറഞ്ഞിരുന്നില്ലേ, അതിപ്പോൾ എന്തായെന്ന് ചോദിക്കുന്നുണ്ട്. എൻ്റെ പൊന്ന് നവ്യേ, എനിക്കറിയില്ല. ആദർശുണ്ടല്ലോ അതിനൊന്നും സമ്മതിക്കുന്നില്ല. എനിക്കിത് കിട്ടിയാൽ അയാൾ താന്നു പോകുമെന്ന് ഓർത്തിട്ടായിരിക്കും എനിക്കൊന്നും തരാത്തത്. എനിക്കൊരു ബ്രാഞ്ചിന് ചുമതല തന്നാൽ അത് ആദർശിന് പിടിക്കില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും എനിക്കൊന്നും തരാത്തതെന്നൊക്കെ ഇങ്ങനെ അഭി പറയുന്നുണ്ട്. അപ്പോഴേക്കും നവ്യ ചോദിക്കുന്നതാണ്, അതെന്ത് പണിയായി കാണിക്കുന്നത്? ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തിട്ട് അയാൾ ഇപ്പോഴും കമ്പനിയുടെ MD സ്ഥാനത്ത് തന്നെയാണ്. നിനക്കാണെങ്കിൽ ഒരു ബ്രാഞ്ച് എഴുതി തരാമെന്ന് പറഞ്ഞിട്ട് ഇത്ര നാൾ എഴുതി തന്നിട്ട് പോലുമില്ല.
ആ കൊച്ച് ആദർശേട്ടൻ്റെ കുഞ്ഞാണെന്ന് അറിഞ്ഞിട്ട് പോലും ഇവിടെ ആർക്കും ഒരു കുലുക്കവും ഇല്ല. എല്ലാ സ്ഥാനമാനങ്ങളും അയാൾക്ക് കൊടുക്കുന്നുണ്ട്. അത് എവിടുത്തെ ന്യായമാ? ഇത് ശരിക്കും ഒരു ഇരട്ടത്താപ്പ് തന്നെയാണ്. ഈ സ്ഥാനത്ത് നീ ആ തെറ്റ് ചെയ്തിരുന്നെങ്കിൽ നിന്നെ എപ്പോൾ ഇവിടെ നിന്ന് പുറത്താക്കിയെന്ന് ചോദിച്ചാൽ മതി. ആദർശിൻ്റെ കുഞ്ഞാണെന്ന് അറിഞ്ഞിട്ടും ഇവിടെ ആരും അതൊന്നും ചെയ്തില്ലല്ലോ. നീ ഇവിടുത്തെ സ്വന്തം ചോരയല്ലായിരിക്കും, പക്ഷേ നിന്നെ ഇവിടുത്തെ ഒരംഗത്തെ പോലെ തന്നെയല്ലേ ഇവർ വളർത്തിയിരിക്കുന്നത്. സ്വന്തം കൊച്ചുമകൻ അല്ലെങ്കിലും കൊച്ചുമകൻ്റെ സ്ഥാനത്ത് തന്നെയല്ലേ നീയും വളർന്നത്. ഇവിടെ മാത്രം എന്താ ഈ ഇരട്ടത്താപ്പ് നയം എന്നൊക്കെ ഇങ്ങനെ നവ്യ ചോദിക്കുന്നുണ്ട്. ഇതെന്തായാലും ഞാൻ മുത്തച്ഛനോടും മുത്തശ്ശിയോടും ചോദിക്കുന്നുണ്ട്. നമ്മുടെ കുഞ്ഞിന് കിട്ടേണ്ട പ്രാധാന്യവും സ്നേഹവും ഒക്കെ ഇന്നലെ വന്നവൾക്കാണ് കിട്ടുന്നത്. അപ്പോൾ നിന്നോടോ ഇങ്ങനെ കാണിച്ചു, ഇനി നമ്മുടെ മോനോട് ഇതുപോലൊരു വ്യത്യാസം കാണിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ എന്തായാലും ഇത് ചോദിച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞിനെ എടുത്തുകൊണ്ട് നമ്മുടെ നവ്യ മുത്തച്ഛൻ്റെയും മുത്തശ്ശിയുടെയൊക്കെ റൂമിലോട്ട് പോവുകയാണ് കേട്ടോ. ആ ഒരു സമയത്ത് തന്നെ മുത്തച്ഛൻ്റെയും മുത്തശ്ശിയുടെ റൂമിൽ നയനയും ആദർശം ഉണ്ടായിരുന്നു. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും തന്നെ നവ്യ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. മുത്തശ്ശൻ എന്നിട്ട് ആദർശിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ആദർശേ നീ ചെയ്തത് വലിയൊരു പ്രവൃത്തി തന്നെയാണ്. ശരിക്കും അന്ന് തന്നെ നമ്മൾ എല്ലാ സത്യങ്ങളും അറിഞ്ഞാണ്. ചന്ദമോളുടെ അച്ഛൻ അബിയാണെന്നുള്ള സത്യം. നീയാണെങ്കിൽ DNA ടെസ്റ്റിൻ്റെ റിസൾട്ടും കൊണ്ടുവന്നു. ഇനി ഒരു തെളിവിൻ്റെ ആവശ്യമില്ല. ഇത് തന്നെ വലിയൊരു തെളിവാണ്. അന്ന് അവിടെ വെച്ച് അവൻ എന്തൊക്കെ ഡ്രാമകളാണ് കളിച്ചത്. 2 റൗഡികളെ ഇറക്കിയിട്ടിനെ അനഘയുടെ ബന്ധുക്കളാക്കി. എന്നിട്ട് ആ കുട്ടി നിൻ്റെയാണെന്നുള്ളത് അവർ വരുത്തി തീർത്തു. എന്തൊക്കെ കള്ളത്തരങ്ങളാണ് അവനവിടെ വെച്ച് കളിച്ചത്. എന്നിട്ട് എല്ലാവരുടെ മുമ്പിലും നിന്നെ കുറ്റക്കാരനാക്കി. അനഘയെ ക്രൂരമായി ചതിച്ചത് അബി തന്നെയാണ്. നവ്യയുടെ മുമ്പിലും അതുപോലെ നയനമോളുടെ അച്ഛൻ്റെ അമ്മയുടെ മുമ്പിലും എല്ലാവരുടെയും മുമ്പിലും നിന്നെയാണ് അവൻ തെറ്റുകാരനാക്കി ചൂണ്ടിക്കാണിച്ചത്. അവരുടെയൊക്കെ മുമ്പിൽ നീ ഇപ്പോൾ ഒരു തെറ്റ് ചെയ്തവനെ പോലെയാണ് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നമുക്കൊരു അവസരം വരും. ഇതൊക്കെ തുറന്നു പറയാൻ ഒരു അവസരം വരുമ്പോഴേക്കും നമുക്ക് അവനെ ഇവിടുന്ന് തന്നെ പുറത്താക്കാം. പൂജാരി പറഞ്ഞ പോലെ നിനക്ക് കുറച്ച് നാളെ കഷ്ടകാല സമയം തന്നെയാണ്. നിനക്കൊരു തിരിച്ചുവരവ് ഉറപ്പായും ഉണ്ടായിരിക്കും. ഈ അപവാദങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ അധികം നാളൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പുരോഹിതൻ പറഞ്ഞതല്ലേ. അതുകൊണ്ട് മോനെ നീ കുറച്ച് നാളും കൂടി ഇതൊക്കെ ഒന്ന് ക്ഷമിച്ച് സഹിച്ച് നിൽക്കണം. ഒന്നുമില്ലെങ്കിലും നവ്യ ഇപ്പം നവ്യയുടെ കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ്. അവൻ എത്ര ദുഷ്ടനാണെങ്കിൽ കൂടിയും നവ്യയുടെ കുഞ്ഞിൻ്റെ അച്ഛനാണ്. ഈ സത്യങ്ങളെല്ലാം നവ്യ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം നയനമോളെ പോലെ അവളത്ര സഹിക്കത്തൊന്നുമില്ല. അവൾ എടുത്തോ പിടിച്ചോന്നും പറഞ്ഞാൽ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തു കളയും. പെട്ടെന്ന് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് മോൻ കുറച്ചും കൂടെ ക്ഷമിക്കണമെന്ന് ഞാൻ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട്. അപ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, എന്നാലും മുത്തശ്ശ, എല്ലാവരുടെ മുമ്പിൽ ഞാനിപ്പോഴും തെറ്റുകാരനാണ്. ഒരു തെറ്റും ചെയ്യാഞ്ഞിട്ട് പോലും എല്ലാവരുടെ മുമ്പിൽ തെറ്റുകാരനായിട്ട് നിൽക്കേണ്ടി വരുന്നതും പിന്നെ നവ്യയുടെയും അപ്പച്ചിയുടെയും ഇളമയുടെയൊക്കെ വർത്തമാനങ്ങൾ കേട്ടില്ലേ. ആ ഒരു സമയത്ത് എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. പിന്നെ ഞാൻ ക്ഷമിച്ച് സഹിച്ച് നിൽക്കുന്നതാണ്. എന്നാലും ഇങ്ങനെയൊക്കെ ത്യാഗം ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട് മുത്തശ്ശ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. മോനെ, അബിയാണ് തെറ്റുകാരനെന്ന് നവ്യ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡ് തന്നെ അവൾ കുഞ്ഞിനെയായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും. പിന്നെ ഒരിക്കലും ആ കുട്ടി ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. അതിനായിരുന്നെങ്കിൽ എനിക്ക് ഈ സത്യങ്ങളൊക്കെ അന്ന് തന്നെ വിളിച്ചു പറഞ്ഞ് അവനെയും അവൻ്റെ അമ്മേനെയും ഇവിടുന്ന് പുറത്താക്കാമായിരുന്നു. പക്ഷേ എന്നാലും അത് നമ്മുടെ കുടുംബാഭിമാനത്തെ തന്നെ തകർക്കും. പിന്നെ എന്ത് ക്രൂരതയും ചെയ്യാൻ മടിയില്ലാത്തവനാണ് ആബി. ഒരു പക്ഷേ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞു എന്ന് അവൻ മനസ്സിലാക്കിയാൽ ചിലപ്പോൾ അത് ചന്തുമോളുടെ ജീവനെ തന്നെ ബാധിച്ചേക്കാം. അന്ന് ആശുപത്രിയിൽ വെച്ച് അർഹ എൻ്റെ അടുത്ത് എൻ്റെ കൊച്ചുമക്കളിൽ ഒരാളാണ് ചന്തുമോളുടെ അച്ഛനെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ മനസ്സിൽ കുറിച്ചിട്ടതാണ്. അത് മോനോ അല്ലെങ്കിൽ അനിയോ ആയിരിക്കില്ല. അതിൻ്റെ പിന്നിലും അബി തന്നെയാണ് എന്നെനിക്ക് അന്നേ ഉറപ്പുണ്ടായിരുന്നു. ആയുസിൻ്റെ ബലം കൊണ്ട് ഇന്ന് ആ കുട്ടി മരിച്ചിട്ടുമില്ല. അനഘനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചതും അവൻ തന്നെയാണ്. ഇത്രയൊക്കെ ചെയ്യാൻ മടിയില്ലാത്തവൻ ഒരു കുഞ്ഞിനെ കൊല്ലാൻ മടിക്കാതിരിക്കുവോ? അവൻ ഉറപ്പായും ആ കുഞ്ഞിനെ ഇല്ലാതാക്കും എന്നിങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട്. അവനന്ന് ഒരു സെക്കൻഡ് മതിയായിരുന്നു ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ. പക്ഷെ ചന്തുമോളെ വെച്ച് ഒരു ഡ്രാമ കളിച്ച് നിന്നെ കുറ്റവാളി ആക്കാനായിരുന്നു അവൻ്റെ ശ്രമം. അതിലെന്തായാലും അവൻ രക്ഷപ്പെട്ടു. നിന്നെ കുറ്റവാളി ആക്കിയെങ്കിൽ എന്താ, ആ പാവം മോളുടെ ജീവൻ രക്ഷപ്പെട്ടില്ലേ, അവളുടെ ജീവൻ തിരിച്ചു കിട്ടിയില്ലേ. ഇപ്പം ആ മോള് ഞങ്ങൾക്ക് എല്ലാവർക്കും ജീവനാണ്. നീ ചെയ്തിരിക്കുന്നത് വലിയൊരു ത്യാഗം തന്നെയാണ്. നയനമോൾ നിന്നെ മനസ്സിലാക്കിയെടുത്തോളം പിന്നെ നീ എന്തിനാണ് ബാക്കിയുള്ളവരെ ഓർത്ത് ഭയക്കുന്നത്? പോരാത്തിന് എനിക്കും നിന്റെ മുത്തശ്ശിക്കും ഒക്കെ നിന്നെ വിശ്വാസമാണ്. നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. എന്നായാലും ഈ സത്യം ഒരു നാൾ പുറത്തു വരും. അബിയെ നമ്മൾ ശിക്ഷിക്കുകയും ചെയ്യും. അതിനു മുമ്പേ ചന്തുമോളെ സുരക്ഷിതമായ രീതിയിൽ വളർത്തിയെടുത്തേ പറ്റുള്ളൂ. അതുപോലെ നവ്യയെ പതിയെ പതിയെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇനി അബി എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി നവ്യമോളെ ഈ വീട്ടിൽ നിന്ന് പോകാത്ത പോലെ കാര്യങ്ങളെല്ലാം ആ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കിക്കണം. ഇന്ന് വരെ ഈ കുടുംബത്തിലോട്ട് വന്നു കയറിയിട്ടുള്ള മരുമക്കൾ ആരും വഴക്കുണ്ടാക്കി ബന്ധം വേർപിരിഞ്ഞ് വീട്ടിൽ പോയി നിന്നിട്ടില്ല. ഇനി അവരുടെ ജീവിതത്തിലും അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാൻ പാടില്ല. സന്തോഷമായിട്ട് അവർ ഇവിടെ തന്നെ ജീവിക്കണം. അതാണ് ഞങ്ങളുടെ ആഗ്രഹം. അവരുടെ കുഞ്ഞിനെ വേണ്ട രീതിക്ക് നമ്മൾ സ്നേഹിക്കുന്നില്ല, നോക്കുന്നില്ല എന്നൊക്കെയുള്ള ഒരു പരാതി നവ്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ നോക്കുന്നുണ്ട്. ഓരോ നിമിഷവും നവ്യയുടെ മനസ്സിലേക്ക് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ കുത്തിത്തിരികെ കൊടുക്കുന്നത് അബിയാണ്. ഓരോന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെയും ആ കുട്ടിയെയും തെറ്റിക്കാനാണ് അവൻ ശ്രമിക്കുന്നത്. ഈ വീട്ടിലൊരു കുടുംബകലഹം ഉണ്ടാകാനാണ് അവനും അവൻ്റെ അമ്മയൊക്കെ ശ്രമിക്കുന്നത്.
അവൻ്റെ ഭാഗം ന്യായീകരിക്കണമല്ലോ. അവൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ അവൻ എല്ലാവരെയും പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നിന്നെ കുറ്റക്കാരനാക്കി കാണിച്ചിട്ട് അവൻ എല്ലാവരുടെ മുമ്പിൽ മാനിനെ പോലെ ചമഞ്ഞ് നടക്കുകയാണ്. എല്ലാവരോടും നിന്റെ കുറ്റം മാത്രം പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് അവൻ. പാവം ആ കുട്ടി. അവനിലുണ്ടായ മാറ്റം സത്യസന്ധമായ മാറ്റമാണെന്ന് കരുതി ആ കുട്ടി ഇപ്പം അവനെ സ്നേഹിക്കുന്നുമുണ്ട്. നാളെ ഒരിക്കൽ ചന്തുമോളുടെ അച്ഛൻ അഭിയാണെന്ന് ആ കുട്ടിയെ അറിയുമ്പോൾ ആ കുട്ടിക്ക് അത് ഒരിക്കലും സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷേ എത്ര തന്നെ മൂടി വെച്ചാലും ഒരിക്കൽ ഈ സത്യങ്ങളെല്ലാം പുറത്തു വരികയും ചെയ്യും. ചന്തുമോളുടെ അച്ഛൻ അഭിയാണെന്നുള്ള കാര്യം ഈ വീട്ടിലുള്ള എല്ലാവരും അറിയുകയും ചെയ്യും. അന്ന് ആ കുട്ടിക്ക് അതെല്ലാം ക്ഷമിക്കാനും സഹിക്കാനുള്ള മനസ്സ് ദൈവം കൊടുത്താൽ മതി എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ മുത്തശ്ശൻ പറയുന്നുണ്ട്. അപ്പോഴേക്കും ഇവർ ഈ സംസാരിച്ചതും മുത്തശ്ശൻ പറഞ്ഞ കാര്യങ്ങളും എല്ലാം തന്നെ നമ്മുടെ നവ്യ പുറത്തു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. നവ്യയ്ക്ക് എന്ത് പറയണം എന്ത് ചെയ്യണമെന്നറിയാതെ ആകെപ്പാട് വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ നിൽക്കുകയാണ്. നവ്യ ഓർക്കുകയാണ്, ഈശ്വര, അപ്പം അഭി തന്നെയാണോ ചന്തുമോളുടെ അച്ഛൻ? ഇത്രയും കാലം എല്ലാം അറിഞ്ഞിട്ടും എല്ലാം ഉള്ളിലൊതുക്കി നടക്കുകയായിരുന്നല്ലേ? എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തത്? ഞാൻ പോകുമെന്ന് കരുതിയിട്ടാണോ ഇവരങ്ങനെയൊക്കെ ചെയ്തത്? ഈ ദുഷ്ടന് വേണ്ടിയിട്ട് ഞാൻ എന്തിനാണ് ഇവിടുന്ന് പോകുന്നത്? അങ്ങനെയാണെങ്കിൽ അവൻ തന്നെയാണ് ഈ വീട്ടിൽ നിന്ന് ആദ്യം പടിയിറങ്ങേണ്ടത്. എന്നിട്ട് നവ്യ അകത്തോട്ട് വരികയാണ് കേട്ടോ. അപ്പോഴേക്കും നവ്യനെ കാണുമ്പോഴേക്കും എല്ലാവർക്കും പെട്ടെന്ന് അതൊരു ഞെട്ടലാവുന്നുണ്ട്. ചേച്ചി ചേച്ചി എപ്പോഴാ വന്നേ? എന്താ ചേച്ചി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് നയന. അതെന്താടി, എനിക്ക് മുത്തശ്ശൻ്റെ മുറിയിലേക്ക് കയറി വരാൻ പാടില്ലേ എന്നൊക്കെ ഇങ്ങനെ നവ്യ ചോദിക്കുകയാണ് നയനയോട്. അല്ല ചേച്ചി അത് പിന്നെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ നയന. എന്താ പറ്റി എല്ലാവരുടെ മുഖത്ത് എന്തോ ടെൻഷനൊക്കെ ഉണ്ടല്ലോ, എന്താ കാര്യം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നവ്യ. ഒന്നുമില്ല മോളെ, ഞങ്ങൾ വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഓഫീസിലെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുമ്പോഴേ മതി മുത്തശ്ശൻ അങ്ങനെ കള്ളം പറയണ്ട. മുത്തശ്ശന് കള്ളം പറഞ്ഞൊരു ശീലമില്ലല്ലോ, അതുകൊണ്ട് മുത്തശ്ശൻ വെറുതെ കള്ളം പറഞ്ഞ ബുദ്ധിമുട്ടണ്ട. ഞങ്ങൾ കൊച്ചുമക്കളുടെ ജീവിതം നന്നായി കാണണമെന്ന് ആഗ്രഹിച്ചിട്ടല്ലേ മുത്തശ്ശൻ ഇങ്ങനെ കള്ളങ്ങളൊക്കെ പറയുന്നത്. അതിൻ്റെ ആവശ്യം ഇനിയില്ല. അഭിയാണ് തെറ്റുകാരനെന്നറിഞ്ഞ ഞാനിവിടുന്ന് പോകുന്നു കരുതിയിട്ടല്ലേ നിങ്ങളെല്ലാവരും ഇത്രയും കാലം ഈ സത്യങ്ങളൊക്കെ മറച്ചു വെച്ചത്. എന്നാൽ ഇനി അത് വേണ്ട. അവനാ തെറ്റുകാരനാണെന്നുള്ള കാര്യം നമ്മൾ പറയുന്നത് ഞാൻ കേട്ടു. ആദർശേട്ടാ, എന്നോട് ക്ഷമിക്കണം. ഞാൻ നിങ്ങളെ ഒരുപാട് വെറുത്തു. നിങ്ങൾ തെറ്റുകാരനാണെന്ന് അറിഞ്ഞ് ഞാൻ നിങ്ങളെ ഒരുപാട് വെറുത്തു, ഒരുപാട് കുറ്റപ്പെടുത്തുകയും ചെയ്തു. എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ ഇങ്ങനെ നവ്യ പറയുന്നുണ്ട്. എനിക്ക് ആ DNA ടെസ്റ്റിൻ്റെ റിസൾട്ട് ഒന്നുകൂടെ കാണണം എന്നിങ്ങനെ നവ്യ പറയുമ്പോഴേക്കും മുത്തശ്ശൻ ആ റിസൾട്ട് എടുത്ത് നവ്യയുടെ കയ്യിലോട്ട് കൊടുക്കുകയാണ്. ആ റിസൾട്ട് നവ്യ നോക്കുമ്പോഴേക്കും നവ്യയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് തന്നെ വരുന്നുണ്ട്. മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇതുകൊണ്ടാ മോളെ ഞാൻ ഇതൊന്നും നിന്നോട് പറയണ്ടെന്ന് പറഞ്ഞിരുന്നത്. ഇത് അറിയുമ്പോൾ മോളുടെ ചങ്ക് പൊട്ടും എന്നുള്ളത് എനിക്കറിയാം. നവ്യ കരയുമ്പോഴേക്കും തന്നെ നമ്മുടെ നയന കുഞ്ഞിനെ നവ്യയുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നുണ്ട്. എന്നിട്ട് നവ്യ കരഞ്ഞോട് തന്നെ മുത്തശ്ശൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അവൻ ഒരു പക്ക ഫ്രോഡാണെന്നുള്ളത് എനിക്കറിയാം. പക്ഷേ എന്നെ ഇവിടുന്ന് പ്രസവത്തിന് വിളിച്ചുകൊണ്ട് പോയതിന് ശേഷം അഭി എന്നെയും കുഞ്ഞിനെയും സ്നേഹിക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ ആ മാറ്റം സത്യസന്ധമായ മാറ്റമാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ അവിടെയും അവൻ എന്നെ പറ്റിക്കുകയായിരുന്നു എന്നുള്ളത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എന്നോടും കുഞ്ഞിനോടും അവൻ കാണിച്ച സ്നേഹമൊക്കെ വെറും ഉടായിപ്പായിരുന്നെന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി. ഇങ്ങനെ നവ്യ പറയുമ്പോഴേക്കും മുത്തശ്ശി വന്നിട്ട് നവ്യനെ സമാധാനിപ്പിക്കുന്നുണ്ട്. പോട്ടെ മോളെ, ഇവിടെ വന്ന കാലം മുതലേ അവൻ അങ്ങനെയാണ്. ദുഷിച്ച മനസ്സാണ് അവൻ്റേത്. അവൻ്റെ അമ്മയിൽ നിന്ന് പകർന്നു കിട്ടിയ പാഠങ്ങളാണ് അതൊക്കെ. ജാനകിയാണെങ്കിലും ദേവയാനിയാണെങ്കിലും മക്കളെ നല്ലത് വളർത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ജലജ അങ്ങനെ ഉള്ളവളായിരുന്നില്ല. ആരോടൊക്കെ എങ്ങനെയൊക്കെ മോശമായി പെരുമാറണമെന്നും ഈ വീട്ടിൽ എങ്ങനെ തമ്മിത്തല്ലുണ്ടാക്കാമെന്നൊക്കെ കരുതിക്കൂട്ടിയിരിക്കുന്നവളാണ് ജലജ. അതുകൊണ്ട് അത് കണ്ടിട്ടല്ലേ അവനും വളർന്നിട്ടുള്ളത്. മോളെയൊക്കെ സ്നേഹിക്കുന്നതിന് മുമ്പ് തന്നെ അവൻ ഇതുപോലെ പല പെൺകുട്ടികളായിട്ട് ബന്ധമുണ്ടായിട്ടുണ്ട്. മുത്തശ്ശനും ബാക്കിയുള്ളവരും ഒക്കെ അവനെ ഒരുപാട് വാൺ ചെയ്തിട്ടുണ്ട്. പല പ്രശ്നങ്ങളും ഒതുക്കി തീർത്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു അബദ്ധം ഉണ്ടാവുമെന്ന് ഞങ്ങൾ ഒരിക്കലും കരുതിയിരുന്നില്ല. 5-6 വർഷമായി അവൻ ഈ ഒരു തെറ്റ് ചെയ്തിട്ട്. ആ കുട്ടി ആരോടും പറയാതെ ഗൾഫിലെങ്ങാണ്ടായി. ആ കുട്ടിയെ സ്വീകരിക്കാതിരുന്നതിൻ്റെ പേരിലാണ് ആ കുട്ടി ഇവിടുന്ന് തന്നെ പോയത്. ഇങ്ങോട്ടേക്ക് വന്നിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. എന്തോ മാരകമായ രോഗം ആ കുട്ടിക്ക് പിടിപെട്ടു. കുഞ്ഞിനെ അതിൻ്റെ അച്ഛനെ ഏൽപ്പിച്ചിട്ട് പോകാമെന്ന് കരുതിയിട്ടാണ് ആ കുട്ടി വന്നിട്ട് ഇവൻ്റെ കൈയും കാലും പിടിച്ചത്. എന്നിട്ട് പോലും ആ ദുഷ്ടന് ആ കുഞ്ഞിനെ ഒന്ന് സ്വീകരിക്കാൻ തോന്നിയില്ല. അങ്ങനെ അവസാനം നിക്കക്കള്ളിയില്ലാതെ വന്നപ്പോഴാണ് ആ കുട്ടി അവസാന നിമിഷം മുത്തശ്ശനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. പക്ഷേ അപ്പോഴും ആ കുട്ടി പറഞ്ഞത് എൻ്റെ കൊച്ചുമക്കളിൽ ആരോ ഒരാളാണ് ആ ചന്തുമോളുടെ അച്ഛനെന്നാണ്. പക്ഷേ ആരുടെ പേരാന്ന് വെളിപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ ആ കുട്ടി കോമാവസ്ഥയിലോട്ട് പോയി. പക്ഷേ ആ കുട്ടി അന്ന് മരിച്ചില്ല. മരിച്ചു എന്ന് തന്നെ കരുതിയതാണ്. പക്ഷേ മരണത്തിൽ നിന്ന് ആ കുട്ടി രക്ഷപ്പെട്ടു. ഇപ്പോൾ കോമ സ്റ്റേജിലാണ്. ഒരനക്കവും ഇല്ലാതെ ജീവച്ചലമായിട്ട് ആ കുട്ടി കിടപ്പാണ്. ആ കുട്ടി എന്ത് പിഴച്ചു? അഭി ആ കുട്ടിയെയും ക്രൂരമായിട്ട് വഞ്ചിക്കുകയായിരുന്നു. അതുപോലെ എത്ര പെൺകുട്ടികൾ. അതുപോലെ മോളുമായിട്ട് ഒരു ബന്ധം അവനുണ്ടായിരുന്നപ്പോൾ തന്നെ മോള് പിടിച്ചു പിടിയാലെ കല്യാണത്തിൽ കൊണ്ട് എത്തിച്ചതുകൊണ്ടാണ് മോളെ അവൻ കല്യാണം കഴിച്ചത്. അല്ലെങ്കിൽ ആ കുട്ടിക്കുണ്ടായ അതേ അവസ്ഥ തന്നെയായിരിക്കും മോൾക്കുണ്ടാവാതിരുന്നത്. മോളതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. ഇവിടെ വെച്ച് മോളെ എന്തായാലും അവനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. മോളുടെ കുഞ്ഞും ഇവിടെ സുരക്ഷിതമായിട്ട് തന്നെ ഇരിക്കുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പ്രസവത്തോടടുക്കുന്ന ദിവസങ്ങളിലൊക്കെ അവൻ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടായിരുന്നു. ഓരോ സമ്മാനങ്ങളൊക്കെ മേടിച്ചു തരാമെന്നുണ്ട്. എന്നെ വീട്ടിൽ വന്ന് ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്തു. ഇത്രയൊക്കെ സ്നേഹം കാണിച്ച മൊത്തം എന്നെ ചതിക്കാനായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യ പിന്നെയും കരയുകയാണ്. ആദർശ് പറയുന്നുണ്ട്,
അബിയാണ് ഇത് ചെയ്തതെന്ന് പുറം ലോകം അറിഞ്ഞാൽ പിന്നെ അവൻ ആ കുഞ്ഞിനെ വെച്ചേക്കില്ല. അവൻ്റെ ചോരയിൽ പിറന്ന കുഞ്ഞ് വളരണ്ടെന്ന് കരുതിട്ട് അവൻ ആ കുഞ്ഞിനെ തന്നെ ഇല്ലാതാക്കി കളയും. അതുകൊണ്ട് മാത്രമാണ് മുത്തശ്ശി പറഞ്ഞിട്ടും അന്ന് ഞാൻ ആ കാര്യം ആരോടും പറയാതിരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ നവ്യ ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡ് തന്നെ കുഞ്ഞിനെയും കൊണ്ട് ഈ വീടിൻ്റെ പടിയിറങ്ങുമെന്ന് മുത്തശ്ശനും മുത്തശ്ശിയും പറയുന്നു. അതുകൊണ്ടാണ് അവർ നിന്നോട് പോലും ഈ കാര്യം പറയണ്ടെന്ന് പറഞ്ഞത്. അപ്പോഴേക്കും നയനയും പറയുന്നുണ്ട്, അതേ ചേച്ചി, ഞാനും അങ്ങനെയാണ് വിചാരിച്ചിരുന്നത്. അതുകൊണ്ടാണ് അന്ന് ചേച്ചിയും കുഞ്ഞും ഇങ്ങോട്ടേക്ക് വന്ന ദിവസം മുത്തശ്ശനോടും മുത്തശ്ശിയോടും ആദർശേട്ടനോടും ഈ കാര്യങ്ങളൊന്നും വേറെ ആരും അറിയണ്ടെന്നും അച്ഛനോടും അമ്മയോടും പോലും ഈ കാര്യങ്ങൾ മറച്ചു വെച്ചതും അതുകൊണ്ട് തന്നെയാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നയന. പക്ഷേ ഇപ്പം മുത്തശ്ശനും മുത്തശ്ശിയും എനിക്ക് വേണ്ടി, എൻ്റെ കുഞ്ഞിന് വേണ്ടി, ഞാൻ സന്തോഷമായി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ത്യാഗം ആദർശേട്ടനെ കൊണ്ട് സഹിപ്പിച്ചതെന്ന് ഓർക്കുമ്പോഴേക്കും എനിക്ക് ഈ വീട്ടിൽ നിന്ന് പോകാൻ തോന്നുന്നില്ല. എന്നാലും അഭി ചെയ്ത ഇത്രയും വലിയൊരു തെറ്റ് ആദർശേട്ടൻ്റെ തെറ്റാണെന്ന് അവൻ എല്ലാവരോടും പറഞ്ഞു നടന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ നവ്യ പറയുന്നുണ്ട്. ഈ വീട്ടിലെ എല്ലാവരുടെയും മുമ്പിൽ, എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മുമ്പിൽ പോലും ആദർശേട്ടനെ കരുവാക്കി അവൻ എന്തൊക്കെ നാടകങ്ങളാണ് കളിച്ചത്. അവരെല്ലാം കുറ്റപ്പെടുത്തിയപ്പോഴും നിങ്ങൾ ഇത് കാര്യങ്ങളൊന്നും പറയാതെ പിടിച്ചു നിന്നില്ലേ? എന്തുമാത്രം നിങ്ങളുടെ മനസ്സ് വിഷമിച്ചിട്ടുണ്ട്. ഞാൻ ഈ വീടിൻ്റെ പടി ഇറങ്ങരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയല്ലേ നിങ്ങളെല്ലാവരും ഈ ഒരു ത്യാഗം സഹിച്ചത്. എനിക്ക് വേണ്ടി എല്ലാവരും കൂടെ നിന്ന സ്ഥിതിക്ക് ഞാനും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. അബിക്ക് എന്ത് ശിക്ഷ വേണമെങ്കിലും കൊടുക്കാം. എൻ്റെ മകൻ എന്തായാലും അനന്തപുരി തറവാട്ടിലെ കൊച്ചുമകൻ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ രീതിയിൽ തന്നെ ഞാൻ എൻ്റെ മോനെ ഇവിടെ വളർത്തുകയും ചെയ്യും. ജലജ വളർത്തിയതുപോലെയല്ല, ആദർശേട്ടനെയും അനിയെയും മുത്തശ്ശൻ എങ്ങനെയാണോ വളർത്തിയത് ആ ഒരു രീതിക്ക് തന്നെ ഞാൻ എൻ്റെ മകനെയും വളർത്തും. ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തിട്ട് അത് എല്ലാവരിൽ നിന്നും മറച്ച് ആ പെൺകുട്ടിയുടെ ജീവിതം പോലും ഇല്ലാതാക്കി കളഞ്ഞിട്ട് വേറൊരു കല്യാണം കഴിച്ചു. ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തവന് എത്ര ശിക്ഷ കൊടുത്താലും മതിയാവില്ല. അതുകൊണ്ട് ഏറ്റവും കഠിനമായ ശിക്ഷ തന്നെ അവന് കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ നവ്യ പറയുന്നുണ്ട്. അതെന്ത് വേണമെങ്കിലും തീരുമാനിക്കാം, അത് നിങ്ങൾക്ക് ഞാൻ വിട്ടുതരികയാണെന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞിനെ എടുത്തുകൊണ്ട് മുറിയിലോട്ട് പോവുകയാണ് നവ്യ. എന്നിട്ട് നവ്യ കുഞ്ഞിനെയായിട്ട് റൂമിലോട്ട് ചെല്ലുമ്പോഴേക്കും അവിടെ ആബി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോഴേക്കും എന്നിട്ട് ആബി ഉടനെ നവ്യയോട് ചോദിക്കുകയാണ്, അല്ല നവ്യെ, നീ മുത്തശ്ശനോട് ചോദിച്ചോ? എനിക്ക് ബ്രാഞ്ചിൻ്റെ ചുമതല തരാമെന്ന് പറഞ്ഞത് സമ്മതിച്ചോ? അതിനെക്കുറിച്ച് എന്താ പറഞ്ഞെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. നീ ഇപ്പോൾ ഒരു കുഞ്ഞിനെയും കൊണ്ടല്ലേ ഇങ്ങോട്ടേക്ക് വന്നേക്കുന്നത്, അതുകൊണ്ട് നീ പറഞ്ഞാൽ എന്തായാലും അവർ കേൾക്കും. അതുകൊണ്ട് എന്തായി എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ആബി ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നവ്യ ഉടനെ കുഞ്ഞിനെ കട്ടിലേക്ക് കിടത്തിയിട്ട് അബിയെ നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നവ്യ ആട്ടെ അബിയുടെ മുഖത്തിനിട്ട് ഒരൊറ്റ അടി വെച്ച് കൊടുക്കുകയാണ്. എന്താ നവ്യ, നീ എന്താ ഈ കാണിക്കുന്നേ? നീ എന്തിനാ ഇപ്പം എന്നെ തല്ലിയേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ആബി. ഞാൻ കണ്ടുകൂടാ, കണ്ടു. ചന്തുമോളുടെ അച്ഛൻ ആരാണെന്ന് ഞാൻ അറിഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നവ്യ. അത് പിന്നെ ആദർശേട്ടൻ്റെ കൊച്ചല്ലേ ചന്തുമോള്, അത് ആദർശേട്ടൻ തന്നെ സമ്മതിക്കുന്ന കാര്യമല്ലേ എന്നൊക്കെ ഇങ്ങനെ ആബി പറയുന്നുണ്ട്. അല്ല, ചന്തുമോള് നിന്റെ കുഞ്ഞാണെന്നുള്ളത് ഞാൻ അറിഞ്ഞു. എന്താടി നിനക്കും എന്നെ ഇപ്പോൾ സംശയമാണ് എന്നിങ്ങനെ അബി ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നവ്യ പറയുന്നുണ്ട്, ഞാനിപ്പോൾ മുത്തശ്ശൻ്റെ മുത്തശ്ശിയുടെ റൂമിലോട്ട് പോകുമ്പോഴേക്കും അവിടെ മുത്തശ്ശനും മുത്തശ്ശിയും ആദർശം നയനയും ഉണ്ടായിരുന്നു. അവർ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അങ്ങനെ അവർ സംസാരിക്കുന്നതൊക്കെ ശരിയാണെന്ന് അറിയാനായിട്ട് ഞാൻ അകത്തോട്ട് കയറി ചെല്ലുമ്പോഴേക്കും അവിടെ ആദർശേട്ടൻ DNA ടെസ്റ്റിൻ്റെ റിസൾട്ട് എനിക്കെടുത്ത് കാണിച്ചു തന്നു. അവിടെ നിന്റെ പേരാ ഞാൻ കണ്ടത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അവരെങ്ങനെ പറയൂ, ആദർശനെ രക്ഷിക്കാനല്ലേ അവർ നോക്കൂ എന്നൊക്കെ ഇങ്ങനെ അഭി പറയുമ്പോഴേക്കും, മിണ്ടി പോകരുത് നീ. നീ എന്താടാ കരുതിയത് എല്ലാവരെയും പൊട്ടന്മാരാക്കാമെന്നോ? നീയാണ് ഇവിടുത്തെ ഫ്രോഡ് എന്നുള്ളത് എനിക്കറിയാം. പക്ഷേ ഈ സമയത്ത് ഞാൻ നിന്നെ വിശ്വസിച്ചു പോയി. 3-4 മാസമായിട്ട് നീ എന്നെ സ്നേഹം കൊണ്ട് പുതിയല്ലായിരുന്നു. അതൊക്കെ കണ്ടപ്പം ഞാൻ അറിയാതെ അങ്ങ് വിശ്വസിച്ചു പോയി എൻ്റെ ഭർത്താവിനെ. ഇപ്പം മനസ്സിലായി എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ തനി ഗുണം എന്താണെന്നുള്ളത്. എന്നെ മാത്രമല്ല ഈ വീട്ടുകാരെയും നാട്ടുകാരെയും ബന്ധുക്കളെയും എല്ലാവരെയും നീ പറഞ്ഞു പറ്റിക്കുകയല്ലായിരുന്നോടാ നാണം കെട്ടവനെ. നീ ചെയ്ത തെറ്റ് ആദർശൻ്റെ തലയിലോട്ട് അടിച്ചേൽപ്പിക്കാമെന്ന് നീ കരുതിയല്ലേ? നീ എന്താ കരുതിയത്? സത്യം മറച്ചു വെച്ച് എത്ര നാളിങ്ങനെ കള്ളത്തരം പറഞ്ഞു നിൽക്കും? നീ ചെയ്ത തെറ്റൊന്നും ആരും കണ്ടുപിടിക്കില്ല എന്ന് നീ കരുതിയോ? എന്താണ് നീ എന്താ വിചാരിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നവ്യ ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോഴേക്കും അഭി പിന്നെയും ചോദിക്കുന്നുണ്ട്, നവ്യ നീ എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ അഭി, നീയും നമ്മുടെ കുഞ്ഞ് മാത്രമാണ് നമ്മുടെ ലോകം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴേക്കും നവ്യ പിന്നെയും ദേഷ്യപ്പെട്ടുകൊണ്ട് ചോദിക്കുന്നുണ്ട്, മിണ്ടി പോകരുത് നീ. ഇനി നീ പറയുന്നതൊന്നും എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല. ആ ജീവസ്ഥലമായിട്ട് അവിടെ കിടക്കുന്ന ആ കുട്ടി അനഘ, അതിനെ നിനക്ക് അറിയുമോ? ആ ചന്തുമോള്, അതിനെ നിനക്ക് അറിയില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും, അത് പിന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ലേ? ആ കുട്ടി ആദർശേട്ടൻ്റെ ഭാര്യയും ചന്തുമോൾ ആദർശേട്ടൻ്റെ കുഞ്ഞാണെന്നുള്ള കാര്യം എന്നൊക്കെ ഇങ്ങനെ അഭി ധിക്കാരത്തോടെ പറയുന്നുണ്ട്. മിണ്ടി പോകരുത് നീ, എല്ലാ സത്യങ്ങളും എനിക്ക് അറിയാമെന്നൊക്കെ ഇങ്ങനെ നവ്യ പറയുമ്പോഴേക്കും അഭിക്ക് അതൊരു ഷോക്കാവുന്നുണ്ട്. അല്ല, ഇപ്പം ഇതൊക്കെ നിന്നോട് ആരാ പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അഭി. ആ നയനയും ആ ആദർശും ഒക്കെ കൂടെ ആയിരിക്കും. സ്വന്തം ഭർത്താവിൻ്റെ ഭാഗത്ത് തെറ്റ് ന്യായീകരിക്കാൻ ശ്രമിച്ചതായിരിക്കുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അഭി. അപ്പോഴേക്കും നവ്യ പറയുകയാണ് അഭിയോട്, നിനക്കൊരു കാര്യം അറിയുമോ? ഞാനും കുഞ്ഞും ഈ വീടിൻ്റെ പടി കിടന്ന് ഇങ്ങോട്ടേക്ക് വന്ന അന്ന് ആദർശേട്ടൻ ഇവിടെ ഇല്ലായിരുന്നു. ആദർശേട്ടൻ DNA ടെസ്റ്റിൻ്റെ റിസൾട്ട് മേടിക്കാനായിട്ട് പോയതായിരുന്നു. അന്ന് തന്നെ അവരെല്ലാവരും ഈ സത്യങ്ങൾ മനസ്സിലാക്കിയതാണ്.
ചന്തുമോള് നിന്റെ കുഞ്ഞാണെന്നുള്ള സത്യം അത് എനിക്ക് വേണ്ടിയിട്ടാണ് അവരെല്ലാവരുടെ മുമ്പിൽ മറച്ചു വെച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്തൊക്കെയാ നീ പറയുന്നത്? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ചാൽ നീ എന്തൊക്കെ വിശ്വസിക്കുകയാണോ എന്നൊക്കെ ഇങ്ങനെ അഭി പറയുമ്പോഴേക്കും, അഭി നിർത്തിക്കോ, ഇനി നീ കള്ളം പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായി. ആദർശേട്ടൻ്റെയും മുത്തച്ഛൻ്റെയും കയ്യിൽ DNA ടെസ്റ്റിൻ്റെ റിസൾട്ട് ഇരിപ്പുണ്ട്, അതിൽ നിന്റെ പേര് വ്യക്തമായിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും, നീ എന്താ പറഞ്ഞ DNA ടെസ്റ്റിൻ്റെ റിസൾട്ടോ? അതേടാ, DNA ടെസ്റ്റിൻ്റെ റിസൾട്ട് തന്നെ. അതൊക്കെ അവർ വേണ്ട സമയത്ത് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റിസൾട്ട് നേരത്തെ കിട്ടുകയും ചെയ്തു. എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അവർ നിൻ്റെ ഈ ഡ്രാമ എവിടെ വരെ പോകുമെന്ന് നോക്കാൻ വേണ്ടിയിട്ടിരുന്നത്. നയനയ്ക്ക് നിന്നിൽ സംശയം ഉണ്ടായപ്പോൾ തന്നെ നയന നിൻ്റെയും ചന്തുമോളുടെയും ആദർശേട്ടൻ്റെയും ഒക്കെ മുടിയെടുത്ത് DNA ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലൂടെ തെളിഞ്ഞു നീയാണെന്ന് ആ കൊച്ചിൻ്റെ അച്ഛനെന്നുള്ള കാര്യം. ആണെന്നുള്ള കാര്യം മുത്തച്ഛനും മുത്തശ്ശിക്കും നയനയ്ക്കും എല്ലാം നേരത്തെ തന്നെ അറിയാമായിരുന്നു. മനഃപൂർവ്വമായിട്ട് അവരാരോടും പറയാതിരുന്നതാ എവിടെ വരെ നിന്റെ കളി പോകുമെന്നറിയാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഇവിടുന്ന് ഈ കുഞ്ഞിനെയായിട്ട് ഇവിടുന്ന് പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ടും. ഞാൻ എന്തിനാ പുറത്തു പോകുന്നത്? നീയല്ലേ ഇവിടെ തെറ്റ് ചെയ്തേക്കുന്നത്. ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് എങ്ങോട്ടും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. എൻ്റെ കുഞ്ഞ് ഈ തറവാട്ടിൽ വളരേണ്ട കുഞ്ഞ് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ഈ കുഞ്ഞുമായിട്ട് ഇവിടെ തന്നെ വളർത്തും. എന്നെയാ ഇവിടുന്ന് അടിച്ചിറക്കാൻ പോകുന്നത് എന്നിങ്ങനെ പറയുമ്പോഴേക്കും അഭി പറയുന്നുണ്ട്, ഇതൊന്നും സത്യമല്ല, നിന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് DNA ടെസ്റ്റൊക്കെ അവർക്ക് ഫേക്കായിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും, ഡാ, ഫേക്ക് ഏതാ ഒറിജിനൽ ഏതാന്നൊക്കെ അറിയാനുള്ള പ്രായം എനിക്കായി. അതെന്തായാലും നീ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരണ്ട. എന്തായാലും നീ ഇനി അധികകാലമൊന്നും ഈ വീട്ടിൽ കാണില്ല. ഇപ്പൊ തന്നെ എല്ലാവരും ഈ സത്യം അറിയും. ഉടനെ അഭി ഇങ്ങനെ വരണ്ട് നിൽക്കുകയാണ്. ഇനി വീണെടുത്ത് കിടന്ന് ഉരുളാൻ പറ്റില്ല എന്നുള്ളത് അഭിക്ക് മനസ്സിലായി. ഉടനെ തന്നെ അഭിയുടെ മട്ടും ഭാവവും ഒക്കെ മാറുന്നുണ്ട്. അവയെ കട്ടിലിൽ നിന്ന് കുഞ്ഞിനെ എടുക്കുന്നുണ്ട്. നീയെ അവസരം കിട്ടിയാൽ എന്തും ചെയ്യാൻ മടിക്കില്ല. ഈ കുഞ്ഞിനെ പോലും കൊല്ലാൻ നീ മടിക്കില്ല. അതുകൊണ്ട് നിന്റെ അടുത്ത് ഇനി ഈ കുഞ്ഞിനെ ഞാൻ തരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോവുകയാണ്. എന്നിട്ട് അടുത്ത മുറിയിലേക്ക് പോകുമ്പോഴേക്കും ചന്തുമോൾ അവിടെ നിന്ന് ദേവയാനിയുടെ കൂടെ കളിക്കുന്നുണ്ടായിരിക്കും. ആ സമയത്ത് ചന്തുമോളുടെ കയ്യിൽ പിടിച്ചിട്ട് നവ്യ പറയുന്നുണ്ട്, ഇത്രയും കാലം ഈ കുഞ്ഞിനോട് എനിക്ക് വെറുപ്പായിരുന്നു, ഇനി എനിക്ക് വെറുപ്പൊന്നുമില്ല അമ്മായി എന്നൊക്കെ പറഞ്ഞു. അമ്മായി ഒന്ന് താഴേക്ക് വന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് ദേവയാനീനെ വിളിച്ചുകൊണ്ട് അങ്ങനെ അവർ താഴോട്ട് പോവുകയാണ് കേട്ടോ. അമ്മായി താഴോട്ടൊന്ന് വന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് ദേവയാനീനെ വിളിച്ചുകൊണ്ട് നവ്യ താഴോട്ട് പോവുകയാണ്. ഒപ്പം ചന്തുമോളും ഉണ്ട്. അങ്ങനെ അവർ താഴോട്ട് വരുന്നത് എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. എല്ലാവരും ചോദിക്കുന്നുണ്ട്, നവ്യേ, നിനക്ക് ഇതെന്ത് പറ്റി? ഈ കൊച്ചിനെ നിനക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നല്ലോ, ഇപ്പം എന്താ ഇത്ര സ്നേഹം എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അത് പിന്നെ അമ്മേ, ഇനിയിപ്പോൾ സ്നേഹിച്ചല്ലേ പറ്റുള്ളൂ. കാരണം ഇതാരുടെ കുഞ്ഞാണെന്ന് നിങ്ങൾക്കറിയാവോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇതാരുടെ കുഞ്ഞായെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും നവ്യ പറയുന്നുണ്ട്, വേറെ ആരുടെയും അല്ല, നിങ്ങളുടെ മകൻ്റെ കുഞ്ഞ് തന്നെയാണ്. അതായത് എൻ്റെ ഭർത്താവിൻ്റെ കുഞ്ഞ് തന്നെയാണ് ഈ ചന്തമോള് എന്നിങ്ങനെ പറയുന്നുണ്ട്. ജലജ ഉടനെ ചോദിക്കുന്നുണ്ട്, നിനക്കെന്താടി വട്ടായോ? ഇത് ആദർശൻ്റെ കുട്ടിയല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അബിയും മുത്തശ്ശനും മുത്തശ്ശിയും ആദർശും നയനും എല്ലാവരും കൂടെ എത്തുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഹാളിലുണ്ട്. ഈ സമയം നോക്കി നമ്മുടെ കനകനും ഗോവിന്ദയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്, നമ്മുടെ നയനെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോഴേക്കും ഈ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോഴേക്കും കനക ചോദിക്കുന്നുണ്ട് നവ്യയോട്, മോളെ എന്താ മോളെ പ്രശ്നം? മോൾ എന്തൊക്കെയായി പറയുന്നത്? ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇത് ആദർശിൻ്റെ കുട്ടിയാണെന്നല്ലേ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അമ്മേ, അതൊന്നും സത്യമല്ല. ഇത് 5-6 വർഷം മുമ്പ് അബിക്ക് അനഘ എന്ന് പറയുന്ന കുട്ടിയിലുണ്ടായ കുഞ്ഞാണ്. അങ്ങനെ ആ കുട്ടിയെയും ഈ കുഞ്ഞിനെയും സ്വീകരിക്കില്ലെന്ന് അബി പറഞ്ഞുകൊണ്ട് ആ കുഞ്ഞിനെയും കൊണ്ട് അവൾ ഗൾഫിലായിരുന്നു. ശേഷം അവൾക്ക് എന്തോ മാരകമായ രോഗം പിടിപെട്ട് മരിക്കുമെന്ന് ഉറപ്പായതുകൊണ്ടാണ് ഈ കുഞ്ഞിനെയും കൊണ്ട് അവൾ ഇങ്ങോട്ടേക്ക് വന്നത്. ആ ഒരു അവസ്ഥയിൽ പോലും ഈ കുഞ്ഞിനെ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞിട്ട് അവൻ ആ കുട്ടിയെ സ്വീകരിച്ചില്ല. കിട്ടിയ അവസരം മുതലാക്കാൻ വേണ്ടിയിട്ട് പാവം ആദർശേട്ടനെ കുറ്റക്കാരനാക്കിക്കൊണ്ട് അവൻ അതിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു ഈ അബി. ഇതെല്ലാം അവൻ്റെ കളിയായിരുന്നു, അവനെല്ലാം അഭിനയിക്കുകയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ നവ്യ പറയുമ്പോഴേക്കും കനകയ്ക്ക് അതൊന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കനകയും ഗോവിന്ദനും അന്ന് വന്നപ്പോഴേക്കും നയനയുടെ ജീവിതം പോയി, നയനെ ആദർശ് ചതിച്ചു എന്നൊക്കെ ഓർത്താണ് വിഷമിച്ച് പോയത്. ഇപ്പോൾ വന്നപ്പോഴേക്കും നവ്യ പറയുകയാണ്, അത് ആദർശേട്ടൻ്റെ കുഞ്ഞല്ല, അതും അബിയുടെ കുഞ്ഞ് തന്നെയാണ്. അബിക്കാണ് തെറ്റുപറ്റിയത്, അബിയാണ് ചതിച്ചത്, അബിയാണ് എല്ലാവരും വഞ്ചിച്ചതെന്നൊക്കെയുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കനകയ്ക്ക് അങ്ങോട്ടേക്ക് സങ്കടം വന്നു. കനക അങ്ങോട്ടേക്ക് കരയുകയാണ്. എന്നിട്ട് കനക പറയുന്നുണ്ട്, അയ്യോ മോളെ, എങ്ങനെ മോളെ ഇത് സഹിക്കുന്നത്? എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ, എന്താ ഇവിടെ സംഭവിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ഓർത്ത് ടെൻഷനാവുകയാണ് കനക. ഇതൊരു പരീക്ഷണമാ ദൈവമേ ഇത്, എന്താ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് മാത്രം ഇങ്ങനെയൊക്കെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും നവ്യ പറയുന്നുണ്ട്, അമ്മേ, ഇവിടെ തെറ്റ് ചെയ്തത് അബിയാണ്, അല്ലാതെ ആദർശേട്ടനല്ല. എന്നിട്ട് ആദർശേട്ടനാണ് എല്ലാ തെറ്റിനും കാരണമെന്ന് അബി വരുത്തി തീർക്കുകയായിരുന്നു. ഇപ്പോൾ ഈ കുട്ടിയുടെ അച്ഛനും അബിയാണ്, അല്ലാതെ ആദർശേട്ടനല്ല. എന്നിട്ട് മനഃപൂർവ്വം ഇവൻ ആദർശേട്ടൻ്റെ തലയിൽ എല്ലാം കൊണ്ടുവച്ചതാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്ന് ആ അനഘയുടെ വീട്ടിൽ ആദർശേട്ടൻ്റെ ഫോട്ടോ കൊണ്ടുവച്ചതും ആ കുട്ടിയെ കൊല്ലാൻ നോക്കിയതും എല്ലാം ഈ അബിയുടെ പ്ലാൻ തന്നെയായിരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട്. ഈ സംഭവങ്ങളെല്ലാം നയനയ്ക്കും ആദർശേട്ടനും മുത്തച്ഛനും മുത്തശ്ശിക്കൊക്കെ നേരെ അറിയാമായിരുന്നു. ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഈ വീടിൻ്റെ പടി കിടന്ന് വന്നപ്പോൾ തന്നെ ഇവരെല്ലാവരും ആ സത്യങ്ങളൊക്കെ അറിഞ്ഞതാണ്. പക്ഷേ ഞാൻ ഇവിടുന്ന് കുഞ്ഞിനെയും കൊണ്ട് നിങ്ങളുടെ കൂടെ തന്നെ തിരികെ വരുമോ, അല്ലെ ചന്തുമോളെ ഇവൻ ഇല്ലാതാക്കുമോ എന്നൊക്കെ ഭയന്നിട്ടാണ് ഇവരെല്ലാ കാര്യങ്ങളും ഒളിപ്പിച്ചു വെച്ചത്. അതുകൊണ്ട് മാത്രമാണ് ഇവരെ കാര്യങ്ങളെല്ലാം മറച്ചു വെച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നവ്യ.
എന്നിട്ട് കനക അബിയോട് ചോദിക്കുന്നുണ്ട്, എടാ മോനെ, ഇവളീ പറയുന്നതെല്ലാം സത്യമാണോ? ഇപ്പോൾ നീ നവ്യമോളെയും കുഞ്ഞിനെയൊക്കെ സ്നേഹിച്ചത് വെറും അഭിനയം മാത്രമാണോ? നിനക്ക് അവരോട് ആത്മാർത്ഥമായ സ്നേഹമില്ലായിരുന്നോ? അപ്പോൾ മോനിലുണ്ടായ മാറ്റം സത്യസന്ധമായ മാറ്റം അല്ലായിരുന്നോ? എന്നൊക്കെ ഇങ്ങനെ കനക ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും അബി ഇങ്ങനെ ഒന്നും പറയാതെ തലകുനിച്ച് നിൽക്കുകയാണ്. ആദർശ് പറയുന്നുണ്ട്, അവനൊന്നും മിണ്ടില്ല അമ്മേ. മുത്തശ്ശ, ഇന്ന് എനിക്ക് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാമല്ലോ എന്നിങ്ങനെ മുത്തശ്ശനോട് ചോദിക്കുമ്പോഴേക്കും, ഇത്രയും കാലം മുത്തശ്ശൻ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കാര്യം ആരോടും പറയാതിരുന്നത്. വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നുപോയത്. എൻ്റെ ജീവിതത്തിൽ ഇതുപോലൊരവസ്ഥയിൽ ഞാൻ ഇതുവരെ പോയിട്ടില്ല. അത്രയ്ക്കും മോശപ്പെട്ട ഒരവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നുപോയത്. ചെയ്യാത്ത ഒരു തെറ്റിൻ്റെ പേരിൽ ഒരു കുഞ്ഞിൻ്റെ അച്ഛനാകേണ്ട അവസ്ഥയാണ് എനിക്കിത്. ആ തെറ്റ് ചെയ്യാഞ്ഞിട്ട് പോലും എന്തുമാത്രം നാണം കെട്ടാണ് ഞാൻ എല്ലാവരുടെ മുമ്പിൽ കൂടെ നടന്നത്. എല്ലാം ചെയ്തത് നീ ഒറ്റൊരുത്തനാ, എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ അവൻ നടക്കും എന്നൊക്കെ ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുകയാണ് ആദർശ്. അഭിയാണെങ്കിൽ ഇതെല്ലാം കേട്ടുകൊണ്ട് തലകുനിച്ച് നിൽക്കുകയാണ്. അപ്പോഴേക്കും ജലജ ഇടപെടുകയാണ് കേട്ടോ. ജലജ പറയുന്നുണ്ട്, നിർത്ത്, മതി നീ പറഞ്ഞത്. എല്ലാവരും കൂടെ ഒരവസരം കിട്ടിയപ്പോൾ എൻ്റെ മോനെ എല്ലാവരും കൂടെ കരുവാക്കുകയാണല്ലേ. നിൻ്റെ മകളാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം, എന്നിട്ടും ഒന്നും അറിയാത്ത പോലെ എല്ലാവരും കൂടെ അഭിനയിക്കുകയാണല്ലേ എന്നൊക്കെ ഇങ്ങനെ എന്നൊക്കെ ഇങ്ങനെ ജലജ പറയുമ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, അപ്പച്ചി കാര്യങ്ങൾ അറിയാതെയാണ് സംസാരിക്കുന്നത്. നിങ്ങൾ ഒറ്റ ഒരാൾ കാരണമാണ് ഇവൻ ഇത്രയും വഷളായി പോയത്. ഇപ്പം നവി ഇവിടെ വെളിപ്പെടുത്തിയ കാര്യം സത്യമായ കാര്യം തന്നെയാണ്. ചന്തുമോള് അബിയുടെ കുഞ്ഞ് തന്നെയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് ആ DNA ടെസ്റ്റിൻ്റെ റിസൾട്ടും കൂടെ ആദർശ് എല്ലാവരെയും കാണിച്ചു കൊടുക്കുകയാണ്. ഈ DNA ടെസ്റ്റിൻ്റെ റിസൾട്ട് എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് 1 മാസത്തോളമായി. അന്ന് നവ്യ കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്ന അന്ന് ഞാനിവിടെ ഇല്ലായിരുന്നല്ലോ. ഞാൻ ശരിക്കും ഈ DNA ടെസ്റ്റിൻ്റെ റിസൾട്ട് മേടിക്കാനായിട്ട് പോയതാണ്. സത്യങ്ങളെല്ലാം ഞാൻ അന്ന് തന്നെ മുത്തശ്ശനോടും അതുപോലെ തന്നെ നയനയോടും മുത്തശ്ശിയോടും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നവ്യനെ ഓർത്തിട്ടും ചന്തുമോളുടെ ജീവനെക്കുറിച്ച് ഓർത്തിട്ടുള്ള പേടി കൊണ്ടാണ് ഞങ്ങൾ ഇതൊന്നും പറയാതിരുന്നത്. ഇത്രയും കാര്യം എല്ലാവരുടെയും കുത്താക്കം കേട്ട് നാണം കെട്ടുമൊക്കെ നടന്നത് ഇതിൻ്റെ പേരിലാണെന്ന് ആദർശ് പറയുന്നുണ്ട്. മുത്തശ്ശൻ പറയുകയാണ്, ജലജയെ, നിന്റെ വളർത്തു ദോഷമാണ് ഇതിനെല്ലാത്തിനും കാരണം. നമ്മുടെ മക്കൾ തെറ്റ് ചെയ്താൽ അതിനെ പിടിച്ചിരുത്തുകയല്ല ചെയ്യേണ്ടത്, ശാസിച്ച് നേരാവണ്ണം പറഞ്ഞു കൊടുത്ത് നേരെയാക്കുകയാണ് ചെയ്യേണ്ടത്. നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കണം. ആദർശിൻ്റെയും അനിയുടെ ഒപ്പമല്ലേ അവൻ ജീവിച്ച് വളർന്നത്. എന്നിട്ട് അതിൻ്റെ എന്തെങ്കിലും ഒരു ഗുണം അവന് കിട്ടിയിട്ടുണ്ടോ? അവനെ വളർത്തിയത് ശരിയല്ലാഞ്ഞിട്ട് തന്നെയാണ് അവൻ ഇങ്ങനെ ആയിപ്പോയത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. നിന്റെ മകന് ഇവിടെ എന്തെങ്കിലും ഒരു കുറവുണ്ടായിരുന്നോ? അനിയും ആദർശം വളർന്ന പോലെ തന്നെയല്ലേ അവനും വളർന്നത്. അവർക്ക് കിട്ടിയ എല്ലാ സുഖ സൗകര്യങ്ങളും അവനും കിട്ടി. എന്നിട്ടും അവൻ മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയെന്ന് ചോദിച്ചാൽ അത് നിന്റെ കുഴപ്പം കൊണ്ട് തന്നെയാണ്. അതിൻ്റെ എന്തെങ്കിലും ഒരു നന്ദി ഞങ്ങളോട് അവൻ കാണിക്കുന്നുണ്ട് എന്നൊക്കെ അങ്ങനെ ചോദിക്കുമ്പോഴേക്കും ജലജയ്ക്ക് ഒരു ഉത്തരവില്ല. ജലജ മിണ്ടാതിരിക്കുകയാണ്. എന്നിട്ട് മുത്തശ്ശൻ അബിയോട് പറയുന്നുണ്ട്, ഇനി മേലെ നിന്നെ ഈ വീട്ടിൽ കണ്ടുപോകരുത്. ഇതോടെ നിർത്തി. ട്രസ്റ്റിൽ നിന്ന് നിന്റെ പേര് ഞാൻ വെട്ടുകയാണ്. അതുപോലെ തന്നെ നിനക്ക് കമ്പനിയിൽ ഇനി ഒരു ജോലിയും ഉണ്ടാവില്ല. 50,000 രൂപ ശമ്പളത്തിൽ ഇപ്പം നീ ജോലി ചെയ്യുന്നുണ്ടായിരുന്നല്ലോ, അതും ഇനി നിനക്കില്ല. ഈ നിമിഷം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണം എന്നിങ്ങനെ പറയുമ്പോഴേക്കും ജലജ ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്തൊക്കെയാ അച്ഛായി പറയുന്നേ? ഞാൻ അച്ഛൻ്റെ മോളല്ലേ അച്ഛ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ ഞങ്ങളുടെ മോളെ പോലെ തന്നെയാണ് കരുതിയത്. പക്ഷെ നിനക്കോ നിൻ്റെ മകനോ അതിൻ്റെ ഒരു നന്ദിയില്ല. നിന്റെ മകനെ ഇങ്ങനെ വളർത്തി വഷളാക്കി ഒരു കൊലപാതകയാക്കാൻ ശ്രമിച്ചത് നീ തന്നെയാണ്. അതുകൊണ്ട് നിന്നെ ഇന്നും ഞാൻ സപ്പോർട്ട് ചെയ്യില്ല എന്നിങ്ങനെ മുത്തച്ഛൻ പറയുന്നുണ്ട്. പിന്നെ നീ ഇവിടുന്ന് പോകണമെന്ന് ഞാൻ പറയില്ല. നിന്റെ മകനല്ലേ തെറ്റ് ചെയ്തത്. ഇപ്പോൾ അബിയുടെ സ്ഥാനം അനന്തപുരിക്ക് പുറത്താണ്. പിന്നെ ആദർശിൻ്റെ മേൽ ഇതുപോലെ ഒരു തെറ്റാരോപണം വന്നപ്പോൾ അവനെ ഇറക്കി വിടാൻ ഞാൻ എന്താണെന്നൊക്കെ നീ ചോദിച്ചില്ലേ? അവൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് എനിക്ക് 100% ഉറപ്പായിരുന്നു. അതുപോലെ തന്നെ നയനമോക്കും. പിന്നെ ചന്തുമോളുടെ ഓർത്തിട്ടും ആ കുഞ്ഞിനെ ഇപ്പോൾ വിട്ടുപിരിയാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ഞങ്ങൾക്ക് മിണ്ടാനും പറയാനും ഞങ്ങൾക്കൊരു ആശ്വാസമാണ് ആ മോള്. അതുകൊണ്ട് മാത്രമാണ് നീ ഇത്രയും നാൾ ഇവിടെ പിടിച്ചു നിന്നത് എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട്. ആദർശം എന്നെ മുൻകൈ എടുത്താണ് ഈ DNA ടെസ്റ്റിൻ്റെ പുറകെ പോയത്. അതുകൊണ്ട് അവൻ തന്നെയാണ് ആ DNA ടെസ്റ്റിൻ്റെ റിസൾട്ടും കൊണ്ടുവന്നത്. അതുകൊണ്ട് ഇത് കള്ളത്തരം കാണിച്ചാന്ന് പറയാൻ പറ്റില്ല. നേരായ രീതിക്കുള്ളൊരു അന്വേഷണം തന്നെയാണ് ആദർശം നയനയും കൂടെ നടത്തിയത്. അതുകൊണ്ട് ഈ റിസൾട്ടും പൂർണ്ണമായിട്ട് വിശ്വസിക്കാവുന്നതാണ് എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറഞ്ഞ് നിർത്തുമ്പോഴേക്കും ജലജയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ പരിഭ്രമിച്ച് നിൽക്കുകയാണ് ജലജയാണെങ്കിൽ കരഞ്ഞ് മുത്തശ്ശൻ്റെ കാല് പിടിക്കുന്നുണ്ട്, അബിയെ ഇറക്കി വിടരുതെന്നൊക്കെ പറഞ്ഞിട്ട്. അബിയുടനെ പറയുന്നുണ്ട്, മുത്തശ്ശ, അത് പിന്നെ ഞാൻ അറിയാതെ ചെയ്തു പോയതാണ്. 5 വർഷം മുമ്പ് ചെയ്തതാണ്. ഇപ്പം ഞാൻ നവ്യനെയും കുഞ്ഞിനെയും സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണ്. എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കരുത്. എനിക്ക് നിങ്ങളല്ലാതെ വേറെ ആരുമില്ല എന്നൊക്കെയുള്ള രീതിയിൽ ഭയങ്കര പിന്നെ സോപ്പിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, എനിക്ക് ഒറ്റ വാക്കേ ഉള്ളൂ. അതുകൊണ്ട് ഈ നിമിഷം തന്നെ ഇവിടെ ഇറങ്ങണം. നവ്യയ്ക്കും ഈ ഒരു കാര്യത്തിൽ എതിർപ്പൊന്നുമില്ല. നവ്യമോളും നിന്നെ ഇവിടുന്ന് പുറത്താക്കണമെന്ന് തന്നെയാണ് പറഞ്ഞത്. ആ കുഞ്ഞിനെ ഞങ്ങളിവിടെ സ്വന്തം കൊച്ചുമോനായിട്ട് തന്നെ വളർത്തുകയും ചെയ്യും. വരുന്ന മരുമക്കളെയും ഈ കുടുംബത്തിലെ അംഗമായിട്ട് തന്നെയാണ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് അവർക്കിവിടെ സുഖമായിട്ട് ജീവിക്കുകയും ചെയ്യാം. അതുകൊണ്ട് ഈ വീട്ടിലെ എല്ലാ അധികാരവും അവക്കുമുണ്ട്. ഈ വീട്ടിലേക്ക് ആദ്യം വന്ന കൊച്ചുമോള് ചന്തമോള് തന്നെയാണ്. രണ്ടാമത് വന്നതാണ് അനന്തപത്മനാഭൻ. രണ്ടുപേരും ഇവിടെ തന്നെ വളരുകയും ചെയ്യും. അതിന് ഞാൻ മരിച്ചാലും ഒരു മാറ്റം ഉണ്ടായിരിക്കില്ല. ആ 2 കുട്ടികളുടെ പേരിലേക്കും എൻ്റെ സ്വത്തിൻ്റെ ചെറിയൊരു ഭാഗം ഞാൻ എഴുതി വെക്കും.
അതുകൊണ്ട് അബി, നിന്റെ ആവശ്യം ഇനി ഇവിടെ ഇല്ല. നവ്യക്ക് ജീവിക്കാനുള്ളതെല്ലാം ഇവിടെയുണ്ട്. അപ്പോഴേക്കും മുത്തച്ഛൻ ആദർശിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എടാ മോനെ, നീ പറ ഇവൻ എന്താ ചെയ്യേണ്ടത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്ത് പറയാനാ മുത്തച്ഛ, ഇവനെ ഈ വീട്ടിൽ നിന്ന് ഇപ്പം തന്നെ പുറത്താക്കണം. ഇനി ഒരു നിമിഷം പോലും ഇവനെ ഈ വീട്ടിൽ കാണാൻ എന്നിട്ട് ആദർശ് അബിയോട് ചോദിക്കുന്നുണ്ട്, തന്നെ ഇറങ്ങി പോകുന്നോ അതോ കഴുതിനെ പിടിച്ച് പുറത്താക്കണം എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. മനസ്സ് നിറച്ച് പകയോടെയും കുശുമ്പോടെയാണ് അബി അവിടുന്ന് ആ പടി ഇറങ്ങുന്നത്. ഇതിനുശേഷം വലിയൊരു സംഭവങ്ങളൊക്കെ ഉണ്ടാകും.